ലൈറ്റുകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും മനോഹരമായി അലങ്കരിച്ച കൊട്ടാരം പോലുള്ള വീടിന്റെ മുന്നിൽ അവന്റെ കാർ നിർത്തി. വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൻ കാറിൽ നിന്നിറങ്ങി. ആരോടൊക്കെയുള്ള ദേഷ്യം അവന്റെ കണ്ണുകളിൽ എടുത്തു കാണാമായിരുന്നു. കാറിൽ നിന്നിറങ്ങി ഡോർ അടച്ച ശേഷം അവന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് ആ ബോർഡിലായിരുന്നു. ഇന്നലെ വരെ അല്ല, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ ആ പേരുകൾ തമ്മിലുള്ള ചേർച്ച കാണുമ്പോൾ സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് ആ നിമിഷം അവന്റെ കണ്ണുകളിൽ അതില്ല. ദേഷ്യം മാത്രം, വാശി മാത്രം. അവന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനോടുള്ള പക, കെട്ടടങ്ങാത്ത പക. ആ പകയോട് കൂടി തന്നെ അവൻ ആ ബോർഡിലേക്ക് ഒരിക്കൽ കൂടെ നോക്കി. തെളിമയോടെ നിൽക്കുന്ന 2 പേരുകൾ, റൈനാഷ് കൃഷ്ണ വിഡ്സ് ശ്രീലക്ഷ്മി. അവന്റെ കണ്ണുകൾ അതിലേക്ക് നോക്കുന്തോറും ചുവന്ന് കലങ്ങി. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. പുറത്തും അകത്തുമായി നിൽക്കുന്ന കുടുംബക്കാർ പരിചയഭാവത്തിൽ അവനെ നോക്കുമ്പോൾ അവൻ ആരെയും നോക്കാതെ തുറന്നു കിടന്ന വാതിലൂടെ അകത്തേക്ക് ഓടിക്കേറി. ലച്ചു! കൊട്ടാരം പോലുള്ള വീട്ടിലെ ഹാളിൽ നിന്ന് അവൻ ഉറക്കെ അലറി വിളിച്ചു. ഓരോ ജോലിയിലായിരുന്നവർ അല്ലാത്തവരും അവരിലേക്ക് ശ്രദ്ധ കൊടുത്തു. ലച്ചു! വീണ്ടും അവൻ അലറി. അവന്റെ ശബ്ദം ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും തട്ടിത്തടഞ്ഞു കടന്നുപോയി. ലിവിംഗ് റൂമിലിരുന്ന് സംസാരിച്ചിരുന്ന ആ വീട്ടിലെ തലമൂത്ത കാരണവന്മാർ എല്ലാവരും ഒരുപോലെ ആ ശബ്ദം കേട്ടു. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ ഹാളിലേക്ക് പോകുന്ന വാതിലേക്ക് നീണ്ടു. ശേഷം 2 കൈകൊണ്ടും തലയ്ക്ക് കൈ താങ്ങിയിരിക്കുന്നവരിൽ പതിഞ്ഞു. ഈ നേരം വരെ അവനൊന്നും മിണ്ടിയിട്ടില്ല. കിച്ചു! തല താഴ്ത്തിയിരിക്കുന്നവന്റെ ഷോൾഡറിൽ കൈ വെച്ചുകൊണ്ട് അവന്റെ അച്ഛൻ ദേവേന്ദ്രൻ വിളിച്ചതും അവൻ കത്തുന്ന കണ്ണുകളോടെ അയാളെ ഒന്ന് നോക്കി. ഷോൾഡറിൽ കൈവച്ച കൈ താനെ പിൻവലിച്ചുകൊണ്ട് അയാൾ അവനിൽ നിന്നും നോട്ടം മാറ്റി തല താഴ്ത്തി. ചെയ്തത് തെറ്റാണെന്ന ബോധ്യത്തിൽ. ലച്ചു! ഹാളിൽ നിന്ന് ഇടിമുഴക്കം പോലുള്ള ശബ്ദം വീണ്ടും കേട്ടപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് നീണ്ടു. അപ്പം ഓരോരുത്തരായി പുറത്തേക്ക് നടന്നു. സെറ്റിലിരുന്നവൻ കൈമുടിയിൽ ശക്തിയിൽ കോർത്തു പിടിച്ചുകൊണ്ട് സെറ്റിലേക്ക് ചാഞ്ഞിരുന്നു. എന്തിനാടാ കിടന്നലർന്നത്? ഇത് മാണിക്യമംഗലമല്ല, കൈലാസമാണ്, കൈലാസം. ഹാൾ കിടന്ന് അലർന്നവന്റെ മുഖം ചെരിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കൈലാസത്തിലെ കാർണവർ നരേന്ദ്രവർമ്മ. ആ ചെറുപ്പക്കാരന്റെ ചുണ്ടിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട് ഒരു ചിരി വീഴിഞ്ഞു. ഇന്നലെ വരെ കണ്ടാൽ ബഹുമാനം കൊണ്ട് താഴ്ന്നിരുന്ന തല ഇന്ന് അയാളെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നു. എന്റെ പെങ്ങളവിടെ? ഒട്ടും മയമില്ലാതെ ദേഷ്യത്തോടെയുള്ള അവന്റെ വാക്കുകൾ. ആരുമൊന്നും മിണ്ടിയില്ല. അവരെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. പറയടൂ, എന്റെ പെങ്ങളവിടെ? എന്റെ തന്തയുമായി നിങ്ങൾ നടത്തിയ കരാർ കഴിഞ്ഞില്ലേ? നിങ്ങൾ ആഗ്രഹിച്ച ഡീലും കാശും നിങ്ങൾക്ക് തന്നെ കിട്ടി. ഇനി എനിക്ക് എന്റെ പെങ്ങളെ വേണം. അവർക്കടുത്തേക്ക് വന്ന് ചീറിക്കൊണ്ട് അവൻ പറഞ്ഞു. ലിവിംഗ് റൂമിൽ സെറ്റിൽ ചാരിയിരുന്നവൻ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് സെറ്റിൽ നിന്നും എഴുന്നേറ്റു. ശേഷം അവർക്കടുത്തേക്ക് നടന്നു. നിന്റെ പെങ്ങളോ? എങ്ങനെ? ഇനി അവൾ നിന്റെ പെങ്ങളല്ല, എന്റെ കൊച്ചുമകന്റെ ഭാര്യയാണ്, ശ്രീലക്ഷ്മി റയാൻഷ്. അയാൾ ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് മുത്തശ്ശന്റെ പ്രായവും സ്ഥാനവും ഉള്ളതുകൊണ്ട് അവൻ നാവിൽ തരിച്ചത് പറയാതെ പിടിച്ചു നിന്നു. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? കോടികളുടെ ഡീലിന് വേണ്ടി നിങ്ങൾ പറഞ്ഞുറപ്പിച്ചു വെച്ച വെറും പ്രഹസനം മാത്രം ഈ വിവാഹം. നിങ്ങൾ ആഗ്രഹിച്ച ഡീൽ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി എനിക്ക് എൻ്റെ പെങ്ങളെ കൊണ്ടുപോകണം. നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി വിൽക്കേണ്ടി വന്ന ഒരു വിൽപ്പന ചരക്കായി ജീവിക്കാൻ എൻ്റെ പെങ്ങൾ അത്ര ഗതിയില്ലാത്തവളല്ല. ലിവിംഗ് റൂമിന്റെ വാതിൽക്കൽ അവനെ തന്നെ കത്തുന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്നവനെ നോക്കിയാണ് അവൻ ആ സംസാരം അവസാനിപ്പിച്ചത്. ഗതിയുള്ളവളോ അല്ലാത്തവളോ ആവട്ടെ, എന്നാൽ ഇന്നവൾ കൈലാസം വീട്ടിലെ ഇളയ മരുമകളാണ്. ആർക്ക് വേണമടോ ഈ കൈലാസം? വീട്ടിലെ മരുമകൾ എന്ന പദവി? അതിന് മാത്രം എന്ത് തേങ്ങയാണ് ഇവിടെയുള്ളത്? മനുഷ്യനേക്കാൾ പണത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം രാക്ഷസന്മാർ ജീവിക്കുന്ന കോട്ട അതല്ലേ ഇത്? ഹേയ്! പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ റയാൻഷ് ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളി. ഹരി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കത്തുന്ന കണ്ണുകളുടെ റയാൻഷ് ഹരിയെ നോക്കി പറഞ്ഞു. എന്നാൽ അവനൊരു കുലുക്കവുമില്ല. ഇതൊക്കെ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് അവൻ ആ പടി ഓടിക്കയറിയത്. ആരെയും എതിർത്താലും കയ്യൂക്കിൽ മുന്നിൽ നിൽക്കുന്ന റയാൻഷിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവനറിയാം. പക്ഷെ തോറ്റുകൊടുക്കാൻ മണിമംഗലത്തെ ശ്രീഹരി ഒരുക്കമല്ലോ. തോറ്റുകൊടുത്താൽ അവന്റെ ഒരേ പെങ്ങൾ ശ്രീലക്ഷ്മിയുടെ ജീവിതം അവിടെ തീരും. സൂക്ഷിച്ചു തന്നെയാണ് റയാൻഷ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ പെങ്ങളെ ഈ ഡീലിന് വേണ്ടി നിനക്ക് വിറ്റ പോലെയല്ലേ? മുന്നിൽ നിൽക്കുന്ന റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി ഹരിയത് ചോദിക്കുമ്പോൾ സങ്കടം കൊണ്ട് അവന്റെ തൊണ്ടയിടറിയിരുന്നു. എന്തോ അവന്റെ ആ ഭാവവും വാക്കുകളും റയാൻഷിനെ ഒന്ന് പിടിച്ചു കുലുക്കിയോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് നിന്റെ അച്ഛനും കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ?
ഞങ്ങൾ ഇതിനെ ഒരു ഡീലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നും ഞങ്ങൾക്കറിയാം. റയാൻഷ് എന്തോ പറയാൻ തുടങ്ങിയതും അതിനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. എൻ്റെ തന്തയും നിങ്ങളുടെ കൂടെ കളിച്ച് വൃത്തികെട്ട കളിക്ക് എൻ്റെ പെങ്ങളെ കരുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നിമിഷം ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോകും. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇടിമുഴക്കം പോലുള്ള റയാൻഷിന്റെ ശബ്ദം. ഒപ്പം അവന്റെ അച്ഛനെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഹരിയുടെ മുന്നിലേക്ക് അവൻ കയറി നിന്നു. ഹരി റയാൻഷിനെ നോക്കിയെന്ന് പുച്ഛിച്ചു. മതി, ഞാനും എൻ്റെ പെങ്ങളും മാത്രം തീരുമാനിച്ചാൽ മതി. വേറെ ആരുടെയും അഭിപ്രായം തൽക്കാലം ഞാൻ സ്വീകരിക്കുന്നില്ല. ലച്ചു, റയാൻഷിനോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവരിൽ നിന്ന് മുഖം തിരിച്ച് മുകളിലേക്ക് നോക്കി ഉറക്ക വിളിച്ചു. ആദ്യത്തെക്കാൾ ശബ്ദത്തിൽ ഉറക്കെ, ഹരി, നമുക്ക് ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. എനിക്ക് പറയാനുള്ളത് കേട്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കഴിവിന്റെ പരമാവധി ശബ്ദം മയപ്പെടുത്തിക്കൊണ്ടുള്ള റയാൻഷിന്റെ വാക്കുകൾ കേൾക്കാത്ത പോലെ ഹരി അവനിൽ നിന്ന് മുഖം തിരിച്ചു. ഹരിയുടെ ആ പ്രവൃത്തിയിൽ റയാൻഷ് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ ദേഷ്യം അടക്കി. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ റയാൻഷ് ആ എമ്പമുള്ള ശബ്ദം കേട്ടപ്പോൾ അവന്റെ കണ്ണുകൾ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നീണ്ടു. ഏട്ടാ, ഒരു കല്യാണ പെണ്ണിന്റെ പുതുമയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി കഴുത്തിൽ തിളങ്ങി കിടക്കുന്ന താലിമാല അവളുടെ മുഖത്തെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. വിവാഹസാരി തന്നെയാണ് വേഷം. അത് മാറ്റി ഫ്രഷ് ആവാനുള്ള ഒരുക്കത്തിലായിരുന്നെന്ന് തോന്നുന്നു. ആഭരണങ്ങൾ മുഴുവനും അഴിച്ചു വെച്ചിട്ടുണ്ട്. കഴുത്തിൽ താലിമാല മാത്രം മുടി അഴിച്ച് പരത്തിയിട്ടിട്ടുണ്ട്. ഒന്നും മനസ്സിലാവാതെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഹാരിയത്തിനെ നോക്കി സ്റ്റെപ്പിൽ നിൽക്കുകയാണ്. ലജോസേ, അവളെ കണ്ടതും ആ കണ്ണുകളിലെ ഭാവം തന്നെ മാറി. ഒരു കൊച്ചു കുഞ്ഞിനടന്ന പോലെ വാത്സല്യം ആ കണ്ണുകളിൽ നിറഞ്ഞു. അവൻ അവളെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണിൽ ആ സമയം എന്തിനോ വല്ലാത്ത വേദന നിറഞ്ഞു. ഹരിയുടെ ഇടത്തെ ഷോട്ടിൽ താടി കുത്തി അവനെ പുണർന്നുകൊണ്ട് നിൽക്കുന്ന ആ മുഖത്തേക്ക് മാത്രമായി റയാൻഷിന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നും. വെളുത്തി ചുവന്ന വട്ടമുഖം, വലിയ കണ്ണുകളിൽ സംശയം നിറച്ചുകൊണ്ട് ഒരു ചെറിയ ടെൻഷനോടെ നിൽക്കുകയാണ്. നമുക്ക് പോയാലോ? ലച്ചുവിൽ നിന്നും അകന്നു മാറി ഹരി അവളുടെ ആകുലത നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവനെയും അവിടെ കൂടി നിന്നവരെയെല്ലാം മാറി മാറി നോക്കി അവൾ. പക്ഷെ അവളുടെ കണ്ണുകൾ റയാൻഷിനെ തേടിപ്പോയില്ല. അച്ഛന്റെ ബിസിനസ് ഒന്ന് വലുതാക്കാൻ അച്ഛൻ ഇവരുമായി നടത്തിയ ഒരു ഡീൽ. അതിന്റെ ആദ്യത്തെ ബന്ധം പുതുക്കലാണ് ഈ വിവാഹം. പകരം കോടികളുടെ ബിസിനസ് ഡീൽ. ഹരി ലച്ചുവിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ വിശ്വസിക്കാൻ കഴിയാതെ ഹരിയെ നോക്കി. ആ വലിയ വിടർന്ന കണ്ണുകളിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് അവളൊന്ന് വിതുമ്പി. അച്ഛൻ അങ്ങനെ ചെയ്യുവേട്ടാ? ആ വിതുമ്പൽ അവളുടെ വാക്കിലും ഉണ്ടായിരുന്നു. അതുവരെ അവളെ മാത്രം നോക്കി നിന്നവൻ അവളുടെ മുഖം തിരിച്ചു. ഹരി ലച്ചുവിനെ ചേർത്ത് പിടിച്ചു. സത്യം, ഏട്ടൻ എന്തിനാ എൻ്റെ കുഞ്ഞിനോട് നുണ പറയുന്നത്? ഈ ബന്ധം വേണ്ടടാ, ഇത് കൊള്ളില്ല, നമുക്ക് പോവാം. ഹരി പറഞ്ഞതും അവൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. എല്ലാം അവന്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തവൾ അപ്പോഴും അവന്റെ തീരുമാനത്തിന് വിട്ടു. ശ്രീലക്ഷ്മി, ഈ നിമിഷം ഈ വീടിന്റെ പടി ഇറങ്ങിയ പിന്നെ ഞാനുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. ഹരിയുടെ ഒപ്പം അവന്റെ കൈ പിടിച്ച് ചുറ്റും നടക്കുന്നൊന്നും മനസ്സിലാവാതെ മുന്നോട്ട് നടന്നവൾ ആ ശബ്ദം കേട്ട് മുന്നോട്ട് ചലിക്കാനാവാതെ നിന്നു. പരിചയമില്ലാത്ത ശബ്ദം, ഇതുവരെ കേൾക്കാത്ത മുഴക്കം പോലുള്ള ശബ്ദം. ഇപ്പോഴും ആ വാക്കുകൾ ചെവിയിലായി മുഴങ്ങി കേൾക്കുന്ന പോലെ. അവൾ മുന്നോട്ട് ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അങ്ങനെ പറയണമെങ്കിൽ അത് കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി മാത്രമായിരിക്കും. കണ്ടു, വിവാഹ വേഷത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ. ഫോട്ടോ കണ്ടിരുന്നു, പക്ഷെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അതുപോലെയുള്ള ആളാണോ മുന്നിൽ? താലി കെട്ടാൻ നേരവും ആ മുഖത്തേക്ക് നോക്കിയിരുന്നു. പക്ഷേ ഒരു മങ്ങൽ പോലെയാണ് കാണാൻ കഴിഞ്ഞത്. ടെൻഷൻ അടിച്ചാൽ കണ്ണ് കാണില്ലെന്ന് പറയുന്നത് നേരാണെന്ന് അവൾക്കും തോന്നി. അതുകൊണ്ടാവും ഈ മുഖം അന്നേരം കാണാൻ കഴിയാത്തെന്ന് അവൾ വിശ്വസിച്ചു. ലച്ചു അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വലത്തെ കൈയിൽ ഹരി മോർക്ക പിടിച്ചിട്ടുണ്ട്. പക്ഷെ തലയൽപ്പം ചേരിച്ചുകൊണ്ട് അവൾ റയാൻഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന മുഖഭാവം. വെളുത്ത മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന പോലെ. ഹരി പിടിച്ച ലച്ചുവിന്റെ കയ്യിലേക്കും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഈ നിമിഷം നീ നിന്റെ ഏട്ടന്റെ കൂടെ പോയാൽ പിന്നെ ഞാനുമായി ശ്രീലക്ഷ്മിക്ക് ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഗൗരവത്തോടെ ഒരു മുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ അവൻ പറഞ്ഞു. കഴുത്തിൽ കിടക്കുന്ന താലിയാണ്. മുന്നിൽ നിൽക്കുന്നവനെ അറിഞ്ഞിട്ടില്ല. പറയാൻ മാത്രം ഒരു ബന്ധവും മുന്നിൽ നിൽക്കുന്നവനുമായില്ല. താലി കെട്ടുന്നതല്ലാതെ ഒരു ബന്ധവുമില്ല. അറിയാം, ആ താലി തന്നെ വലിയ ബന്ധനമാണെന്ന്.
പക്ഷേ വലത്തെ കൈയിൽ മുറുക്കെ പിടിച്ച കൂടപ്പിറപ്പിന്റെ കൈ അകറ്റി മാറ്റി താലി കെട്ടി പുരുഷന്റെ കയ്യിൽ പിടിക്കാനുള്ള ഒരു ബന്ധവുമില്ല, മാനസികമായുള്ള ബന്ധം. ഒന്നും പറയാതെ നിറഞ്ഞ കണ്ണുകളോടെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവനൊന്ന് നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന തോന്നി. അവന്റെ അനിയത്തിയേക്കാൾ ഏറിയാൽ 2-3 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടി. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ കണ്ണിൽ പകപ്പ് നിറച്ചുകൊണ്ട് അവനെ ദയനീയമായി നോക്കി നിൽക്കുകയാണ്. എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് കയറി വന്ന പെൺകുട്ടിയാവും. ലച്ചു. ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ റയാൻഷിന്റെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റി ഹരിയെ നോക്കി. പോകാം. ഹരി ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ റയാൻഷിനെ ഒന്നുകൂടെ നോക്കി. അവന്റെ കണ്ണുകൾ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച ഹരിയുടെ കയ്യിലാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സഹോദരനേക്കാൾ പ്രാധാന്യം ഭർത്താവിന് തന്നെയാണെന്ന് അവന്റെ മനസ്സ് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അത് മുന്നിൽ നിൽക്കുന്ന അവന്റെ ഭാര്യയ്ക്ക് കൂടെ തോന്നണ്ടേ? ഇന്ന് വരെ നേരിൽ കാണാത്ത സംസാരിക്കാത്ത ഒരാൾ മണിക്കൂറുകൾക്ക് മുൻപ് കഴുത്തിൽ ഒരു താലി കെട്ടി. സമ്മതിച്ചു. എന്നാൽ അതിൽ കവിഞ്ഞൊരു അടുപ്പം ഉണ്ടായിട്ടില്ല. എന്നാൽ കൈ പിടിച്ചിരിക്കുന്നത് ആരാണ്? ജനിച്ച് വീണത് മുതൽ താഴത്തും തലയിലും വെക്കാതെ പൊന്നുപോലെ നോക്കിയ കൂടപ്പിറപ്പ്. ആ കൈവിട്ട് ഏത് സഹോദരിയാണ് വരിക? അതും ഏതോ ബിസിനസ് ഡീലിന് വേണ്ടി വിവാഹം ഉറപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ. റയാൻഷിന്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടെ നോക്കിയ ശേഷം അവൾ ഹരിയെ നോക്കി തലയാട്ടി. ഹരി റയാൻഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. റയാൻഷ് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിന്നു. കാറിൽ കയറാൻ നേരം അവൾ ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ നിൽക്കുന്നവന്റെ മുന്നിലായി ഒരു സ്ത്രീരൂപം. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരമ്മയുടെ സ്നേഹം തന്ന് ചേർത്ത് പിടിച്ച കൈകൾ. അതിനില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ തന്നെ മനസ്സൊക്കെ ഇളകി മറിയുന്നു. വേദനയിൽ കലർന്നൊരു ചിരി ആ അമ്മയ്ക്കായി നൽകുമ്പോൾ അവർ സാരത്തലപ്പ് കൊണ്ട് കണ്ണുകൾ ഒപ്പുന്നത് അവൾ കണ്ടു. ഹരിയും ലച്ചുവും കാറിൽ കയറി. ഹരി വണ്ടി മുന്നോട്ടെടുത്തു. കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ലച്ചു ആ വീടിന്റെ വാതിൽക്കലേക്കൊന്ന് നോക്കി. ചുവന്ന തൊടുത്ത മുഖവുമായി നിൽക്കുന്നവനെ കണ്ടപ്പോൾ ലച്ചു പേടിയുടെ അവനിരുന്ന മുഖം തിരിച്ച സീറ്റിലേക്ക് ചാരിയിരുന്നു. വലത്തെ കൈകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന താലിമാലയിൽ അവൾ അമർത്തി പിടിച്ചു. ഹരി കാർ മുന്നോട്ടെടുക്കുമ്പോൾ തല ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ചുകൊണ്ട് താലിയിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അവൾ. മുറുക്കെ അടച്ചു പിടിച്ച കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകി. അവയിറങ്ങി. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ലച്ചു. ഹരി ഇടർച്ചയോടെ വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന ഹരിയെ നോക്കി. സങ്കടമുണ്ടോ ഏട്ടന്റെ കുഞ്ഞിന്? ഉണ്ടാകും. ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു താലി ഏറ്റു വാങ്ങിയിട്ട് അതിന് ഒരു ദിവസത്തിന്റെ പോലും മായസില്ലാതെ വരുമ്പോൾ വേദനിക്കില്ലേ? ആ വേദന അവളിലുണ്ട്. ഉണ്ട്. എന്തിനാണെന്നറിയാത്ത ഒരു വേദന. വേണ്ടപ്പെട്ട ശരീരത്തിലെ ഒരു ഭാഗം ആ വീട്ടിൽ വെച്ചിട്ട് വന്നതുപോലെ ഒരു വേദന. അങ്ങനെയല്ലാതെ ഒരു കാരണവും പറഞ്ഞു തരാൻ എനിക്കറിയുന്നില്ല. ലച്ചു അത്രമാത്രം പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഹരി പിന്നൊന്നും ചോദിക്കാൻ പോയില്ല. ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവളുള്ളിലെ വേദന കൂട്ടണ്ട എന്ന് തന്നെ അവൻ മനസ്സിൽ കരുതി. കിച്ചു. ഗേറ്റ് കടന്ന് ആ കാറിന്റെ വെളിച്ചം കണ്ണിൽ നിന്നും മറിഞ്ഞതും നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും വിളി വന്നു. നിയന്ത്രിച്ചു പിടിച്ച ദേഷ്യമൊക്കെ പുറത്തേക്ക് വരുമോ എന്നവൻ ഭയന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അവൻ തിരിഞ്ഞുന്നതും കണ്ണുകൾ അമർത്തി തുടച്ച് തേങ്ങുന്ന അവന്റെ അമ്മയാണ് കണ്ടത്. അതുവരെ മകന്റെ വിവാഹം നടക്കാത്തതിലായിരുന്നു കണ്ണുനീർ. ഇപ്പോൾ നടന്നു കഴിഞ്ഞപ്പോഴാണ്. ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് ശക്തിയിലെറിഞ്ഞു. അതൊരു 10-16 കഷ്ണങ്ങളായി ആ വലിയ ഹാളിൽ പരന്നു കിടന്നു. ഇനിയും അവിടെ നിന്നാൽ പലതും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് തോന്നിയത് കൊണ്ടാകും സാരത്തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ മകത്തേക്ക് പതിയെ വലിഞ്ഞത്. സമാധാനമായില്ലേ? എല്ലാവർക്കും സമാധാനമായില്ലേ? ഇപ്പോൾ ഒരു വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് പിടിച്ച് വിവാഹം കഴിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തിപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ? അവന്റെ കലി അടങ്ങുന്നില്ലായിരുന്നു. കണ്ണിൽ കണ്ട പല സാധനങ്ങളും അവൻ വാശിയുടെ തറയിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയൊരു കാര്യം ചെയ്യുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഇതിപ്പോൾ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി എന്നെ ബിസിനസ് ആക്കിയതുപോലെ ആയില്ലേ? കിച്ചു, ഞങ്ങൾ വേണ്ട. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ മുന്നിൽ തോറ്റു താണെന്നില്ല. മതിയായി. ഈ വിവാഹത്തിന്റെ പേരും ബിസിനസിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനി ആരും എൻ്റെ മുന്നിൽ വരരുത്. റയാൻഷിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഫ്രെയിം നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് ഓടിക്കയറി. എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഒരു വിവാഹം തന്നെ വേണ്ടെന്ന് കരുതിയതാണ്. ഒന്ന് ഫ്രീയായി മുന്നോട്ട് പോകുമ്പോൾ മാത്രം ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അവസാനം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടത്തോടെ തന്നെയാണ് കിട്ടിയത്. ബിസിനസിന്റെ ഇടയിൽ ഒരുപാട് തകിടം മറിച്ചിലുകൾ ഉണ്ടായതുകൊണ്ടും ഒന്നിനും സമയം കിട്ടില്ല പെണ്ണ് കാണാൻ പോലും.
അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന റൂമിലേക്ക് കയറി ശക്തിയിൽ വാതിൽ അടച്ചവൻ അതിലേക്ക് ചായർ നിന്നു. ഒരു ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ കിടക്കുന്ന റൂം കണ്ടപ്പോൾ അവന്റെ പല്ലുകളിൽ ഞെരിഞ്ഞമർന്നു. കഴുത്തിൽ കിടക്കുന്ന താലിക്ക് ഒരു വിലയും നൽകാതെ ഇറങ്ങിപ്പോയവളെ അവൻ വെറുപ്പോടെ മനസ്സിലോർത്തു. വാതിൽ ലോക്കാക്കിയിട്ടിരുന്ന കൂർത്താഴ്ച നിലത്തേക്കിട്ടു. ബെഡിലായി ഹാർട്ട് ഷേപ്പിൽ കിടക്കുന്ന റോസാപ്പൂക്കൾ അവൻ തട്ടിത്തെറിപ്പിച്ച് നിലത്തേക്കിട്ടു. ദേഷ്യമടക്കാൻ കഴിയുന്നില്ല. ഭ്രാന്തി പിടിക്കുന്നത് പോലെ, രക്തം തിളച്ചു മറിയുന്നത് പോലെ ആകെ ഒരു അസ്വസ്ഥത. നേരെ ബാത്റൂമിൽ കയറി തുറന്നു കിടക്കുന്ന ഷവറിന് മുന്നിൽ നിൽക്കുമ്പോൾ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ഇനി അങ്ങോട്ടൊരു മനസ്സും ശരീരവുമായി കൂടെ ഒരുവൾ ഉണ്ടാകുമെന്ന് ഇടയ്ക്കൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരാൾ ഇനി ഈ ജന്മം കൂടെ ഉണ്ടാവില്ലെന്ന് ആലോചിക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ദേഷ്യവും വാശിയും ഒപ്പം ഒരു ചെറിയ നീറ്റൽ, പ്രത്യേകമായ ഒരു ഇഷ്ടം, ഇല്ലെങ്കിലും ഒരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. ആ കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ മായത് കൺമുന്നിൽ നിൽക്കുന്നുണ്ട്. കുളി കഴിഞ്ഞിറങ്ങി തലമുടി മാത്രം തുടച്ച് ഒരു ഷോർട്ട്സും ടീഷർട്ടും ഇട്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു. ആകെ അലങ്കോലമായി കിടക്കുന്ന റൂമിൽ കിടക്കാൻ ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ പുറത്തേക്കിറങ്ങിയാൽ പല മുഖങ്ങളെയും കാണേണ്ടി വരും, പലതും പറയേണ്ടി വരും, പലതും കേൾക്കേണ്ടിയും വരും. വയ്യ. അവൻ കണ്ണുകൾ പതി അടച്ചു പിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചു നോക്കിയ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. പോടി പോവും. ബെഡിൽ കിടന്ന പില്ലോ എടുത്ത് അവൻ തറയിലേക്ക് വീശി എറിഞ്ഞു. ആ സമയം തന്നെ ആരോ വാതിൽ തട്ടി. തുറക്കില്ലെന്ന് കരുതി കിടന്നെങ്കിലും വീണ്ടും വീണ്ടും തട്ടുന്നത് കേട്ടപ്പോൾ അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന സുഭദ്ര ശിവശങ്കർ, അവന്റെ അമ്മ. പാവം അവന്റെ അമ്മ. കയ്യിൽ എന്തോ ഉണ്ട്, എന്തോ പറയാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സങ്കടം കൊണ്ട് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. വാം. സുഭദ്രയുടെ തോളിലൂടെ കയറ്റ് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അവരെ റൂമിലേക്ക് കയറ്റി. അപ്പം വാതിലും അടച്ചു. ആ മോളുടെ ആഭരണങ്ങളാ അഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നതാ. ഇതിനി എന്താ വേണ്ടേ? കയ്യിലുള്ള ചുവന്ന വലിയ ബോക്സ് അവന്റെ നേരെ നീട്ടിക്കൊണ്ട് അവർ ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളും മതിലേക്ക് പോയി. ഇനിയിപ്പോ ഇതെന്തിനാ? ഇതും പോകുമ്പോ കൊണ്ടുപോകാമായിരുന്നില്ലേ? അച്ഛനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവൾ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ. മകളെ വിറ്റ കാശിനുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ആഭരണങ്ങളല്ലേ അയാളുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ. കിച്ചു. സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ ചേർന്നൊരു ശബ്ദം. അവൻ അവരിൽ നിന്ന് മുഖം തിരിച്ചു. അങ്ങനെയൊന്നും പറയില്ലടാ, അതൊരു നല്ല കുട്ടിയാ, അറിയോ? പാവ. എങ്ങനെ അയാൾക്ക് ഇതിന് തോന്നി? നമ്മുടെ വീട്ടിലുള്ളവർക്ക് എങ്ങനെ തോന്നി? അവരും നീങ്ങി. ആ മുഖം കണ്ണിൽ നിന്ന് പോകുന്നതേയില്ല. എന്തൊരു നല്ല കുട്ടിയാ. കാണുമ്പോൾ തന്നെ ഒരിഷ്ടം തോന്നാ ഒരു പാവസുന്ദരി മോള്. മകളായി ദൈവം കൈവെള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചെടുത്തതുപോലെ ആയത്. നമുക്ക് ഒന്നുകൂടെ പോയി സംസാരിച്ചാലോ? കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന മകനെ നോക്കി അവർ ചോദിച്ചതും കത്തുന്ന കണ്ണുകളോടെ അവൻ അവരിൽ നിന്ന് തിരിഞ്ഞു നോക്കി. സുഭദ്രയുടെ തല താഴ്ന്നു പോയി.